നിങ്ങളുടെ വിചാരം എന്താണ്? ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ ഒരു കണ്ണട ഇട്ടു, ഒരു ഡാൻസ് കളിക്കുമ്പോഴേക്ക് ഓനെന്ന വലിയൊരു സംഭവമാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ആരെങ്കിലും നിർബന്ധിച്ചോ ഇവൻ്റെയൊക്കെ അണ്ണാക്ക് കൊണ്ടുപോയിട്ട് പൈസ ഇട്ട് കൊടുക്കാൻ? ഒരാളും പറഞ്ഞിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അച്ചായൻ എന്ന് പറയുന്ന ഒരാൾ, ഈ അച്ചായന നമ്മളെല്ലാവരും ആദ്യം കാണുന്നതെന്ന് തൊപ്പി എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു, അവൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് അച്ചായനൊന്നുമായിട്ട് വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെയുള്ള വീഡിയോയും കാണാറില്ല. അപ്പോൾ ഇത് കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ ഒരു 10 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്നതും, അതായത് കോപ്രായം തന്നെ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായം കാണിച്ചപ്പോഴാണ് ഞാൻ ഇയാളെ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇയാൾ ആരാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇയാളുടെ ഞാൻ നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ എന്ത് കോപ്രായം കാണിച്ചിട്ടും വൈറലാകുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ആ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന പെണ്ണിനെയാണ്. ആ പെണ്ണിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരാൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അച്ചായൻ എന്ന് പറയുന്നവൻ എന്നെ പറ്റിച്ചു, 3.5 കോടി രൂപ പറ്റിച്ചു, സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞ് പറ്റിച്ചു, സിനിമാ താരമാണെന്ന് പറഞ്ഞ് പറ്റിച്ചു. എൻ്റെ പൊന്നു മക്കളെ, മോഹൻലാലാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, വില്ല ഭാഗ്യാണെന്ന്. മമ്മൂട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, വില്ല ഭാഗ്യാണെന്ന്. അല്ല, ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ സിനിമ കാണുന്നതാണ്. ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരു സിനിമയിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ 3.5 കോടി കൊടുത്തു എന്ന് പറയുന്ന ഈ സഹോദരിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാണോ, അല്ല മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവൻ്റെ ഈ മറ്റേ കൂളിംഗ് ഗ്ലാസ്സും മറ്റേ ഇതും കാണുമ്പോഴേക്ക് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റേതാണെന്നാ? അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് അതായത് അയാൾ ഇട്ട പോലത്തെ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപക്ക് മേടിക്കാൻ ആർക്കും കഴിയും. അതുപോലെ തന്നെ സൺഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് 10 രൂപക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുമ്പോഴേക്ക് ഇവരെല്ലാം വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഏതോ ഒരു കൊമ്പത്തുള്ള മനുഷ്യനാണ്, ഇയാളെന്തോ ഒരു വലിയ സംഭവമാണ്. അയ്യോ, കല്യാണം കഴിച്ചില്ല, കല്യാണം കൂടി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ സമാധാനമായി. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ചാടി വീഴുന്നു, നമ്പർ വാങ്ങിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങ് മോങ്ങുകയാണ്. അതായത് എന്നെ ചതിച്ചു, എന്നെ പറ്റിച്ചു, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു, അതുപോലെ കല്യാണം കഴിച്ചിട്ട് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് മെഴുകുന്ന കുറേ സ്ത്രീകളെ ഞാൻ കണ്ടു, കുറേ യുവതികളെ ഞാൻ കണ്ടു. ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ചായൻ എന്ന് പറയുന്നവൻ ഞങ്ങളെ പറ്റിച്ചു എന്നാണ്. ഇവിടെ ഈ അച്ചായൻ മാത്രമാണോ ശരിക്കും കുറ്റക്കാരൻ? ഇതൊക്കെ കണ്ടിട്ട് കൂടെ പോകുന്നവർ കുറ്റക്കാരിയല്ലേ? അതുമാത്രവുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി കുറേ പൈസയും കൊണ്ട് കൊടുത്ത്, അതുപോലെ ഈ അച്ഛനമ്മമാരെ എവിടെ നിന്നെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും, അത് മുഴുവൻ കൊണ്ട് കൊടുത്ത് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ കരഞ്ഞ് മെഴുകലാണ്. അല്ല, ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അച്ചായൻ എന്ന് പറയുന്ന ആളെ ഞാൻ നോക്കുമ്പോഴേക്ക് അയാൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 10-50 വയസ്സ് പ്രായമുണ്ട്. അയാൾ എന്ന് പറയുന്ന അയാളെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പ്രേമിച്ചതാണ് അയാളെ എന്നൊന്നും പറയാനൊന്നും കഴിയില്ല. കാരണം ആ ഒരു മനുഷ്യനെ കണ്ടപാടൊന്നും ആരും അങ്ങനെ പ്രേമിക്കൂല. അയാളെ രൂപം വെച്ചിട്ടോ കളർ വെച്ചിട്ടോ ഒന്നല്ല ഞാൻ പറയുന്നിട്ടാ. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 2 മക്കളൊക്കെ ഉള്ളവരെ തന്തേനെ പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ആദ്യം അങ്ങനെ വീഴത്തൊന്നുമില്ല. പക്ഷെ ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണെന്ന് അറിയില്ല. അതായത് ഇയാളുടെ വലയിൽ പോയി വീണു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ അയാളെ കുറ്റം പറയില്ല. ഇതൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഒരു പെൺകുട്ടി കുറേ പൈസയും കൊണ്ടുവന്നിട്ട് നിങ്ങളെ എനിക്ക് വേണം, നിങ്ങളുടെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം, നിങ്ങളുടെ കൂടെ എനിക്ക് എന്തും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മാളത്തിലേക്ക് അങ്ങ് പോയിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് വന്നിട്ട് പറയുകയാണ്, എന്നെ ചതിച്ചു, എൻ്റെ ഫോട്ടോ പുറത്തു വിട്ടു, എൻ്റെ വീഡിയോ പുറത്തു വിട്ടു, എൻ്റെ മറ്റു പലതും കവർന്നെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് മെഴുകുകയാണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ കരച്ചിലാണ് ഇങ്ങനെ കാണുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ വഞ്ചിച്ചതാണ്, അയാളെയും തള്ളയെയും വിശ്വസിക്കരുത്, അയാളും തള്ളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും വിവാഹ തട്ടിപ്പുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ വരെ വിചാരിച്ചത് അയാൾ ശരിയല്ല എന്നാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലായത് അയാളെ ശരിയല്ല, അയാളുടെ കൂടെ നിന്ന് ഒരാൾ പോലും ശരിയല്ല എന്നാണ്. അതായത് അയാൾ എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് പല അഭ്യാസങ്ങളും അയാൾ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വൈറലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അയാളെക്കാട്ടിയും കൂതറകളാണ് ചില ടീമുകൾ. എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കൂടെ അങ്ങ് പോയിരിക്കുകയാണ്. ഇയാൾ വിളിക്കുന്ന സ്ഥലത്ത് മുഴുവൻ പോവുക, അതുപോലെ തന്നെ ഇയാൾ പറയുന്ന പൈസ മുഴുവൻ കൊടുക്കുക. വീടിൻ്റെ ആധാരം കൊടുക്കാത്തത് വലിയ ഭാഗ്യം. അതിലൊരു സ്ത്രീ വന്ന് പറയുന്നത് കേൾക്കണം, എനിക്ക് ശരിക്കും പറഞ്ഞ ചിരിയാ വന്നത്. അതായത് സ്വന്തം സഹോദരൻ എന്തോ അസുഖ പോലും,
ആ അസുഖം ചികിത്സിക്കാൻ വെച്ച പൈസ എന്ന് പറയുന്നുണ്ട്. ആ അസുഖം പോലും ചികിത്സിക്കാതെയാണ് 3.5 കോടി രൂപ ഈ അച്ചായൻ്റെ കയ്യിലേക്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. ഇതൊരു വലിയ ഗുണ്ടായിരിക്കാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ 3.5 കോടി രൂപയൊക്കെ ഒരാൾ കൊടുക്കോടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, എന്ത് കണ്ടിട്ടാണ് ഇവർ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 3.5 കോടി ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ സാമാന്യ വിവരം ഉണ്ടെങ്കിൽ ഇത് എന്ത് കണ്ടിട്ടാണ് കൊടുക്കുന്നത്? അതാണ് എനിക്ക് ആലോചിക്കാനുള്ളത്. നമ്മളെല്ലാം പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ചാൽ വരെ 10 പൈസ സ്വന്തം ഭാര്യ വരെ തരുത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെയാണ് നിങ്ങൾ പിന്നെ ഇതുപോലെയുള്ള ഏതോ ഒരുത്തം വന്നിട്ട് 3.5 കോടി ചോദിച്ചപ്പോഴാണ് നിമിഷം എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അച്ചായൻ എന്ന് പറയുന്നയാൾ ഇവരെയൊക്കെ പറ്റിച്ചത് സിനിമാ നിർമ്മാതാവാണ്. അതുപോലെ തന്നെ സിനിമാ താരങ്ങളുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടാണ്. പിന്നെ സിനിമ എന്ന നിർമ്മാണ മേഖലയിലെല്ലാം ചെയ്യുന്ന ഒരാളാണ്, നടനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ല, നിങ്ങളൊക്കെ ശരിക്കും കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ഏതാണ് സിനിമ? നിങ്ങൾ അഭിനയിച്ച ഒരു സിനിമയൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ നിർമ്മിച്ച ഒരു സിനിമയൊന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ഏതെങ്കിലും ഒരു സിനിമാ താരത്തിൻ്റെ നമ്പർ തരുമോ? ഫോട്ടോ എടുക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കൂടെയും മമ്മൂട്ടിയുടെ കൂടെയും വേണമെങ്കിൽ ജാക്കി ചാൻ്റെ കൂടെ വരെ ഇപ്പോഴും ഫോട്ടോ എടുക്കാം നമുക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവർ ഒപ്പിച്ച് നിർത്തി തരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പൈസ കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ നോക്കിയിട്ട് ഇയാൾക്ക് അത്ര വലിയൊരു ക്വാളിറ്റി കാണുന്നില്ല. ഇയാളൊരു സാധാരണ മനുഷ്യൻ. അതായത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വളവളാന്ന് അടിച്ചിട്ട് കുറച്ച് വീഡിയോ ഇടുന്നു. അതുപോലെ തൊപ്പീൻ്റെ കൂടെയുള്ള ഒരു അച്ചായനാണ്. അപ്പോൾ തൊപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കറിയാം. കാരണം നമ്മളെയൊന്നും ദ്രോഹിച്ചില്ല. അതുകൊണ്ട് തൊപ്പീനെ ഞാൻ മോശമൊന്നും പറയുന്നില്ല. അയാളുടെ ഭാഷയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. അയാളുടെ പ്രവൃത്തിയൊക്കെ വളരെ മോശമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അനുഭവമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ ഞാൻ ആളല്ല. പക്ഷേങ്കിൽ നിങ്ങളുടെ കുട്ടികളെയൊക്കെ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ അയാളുടെ ചില വർത്തമാനങ്ങൾ പിന്നെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ മോശമായിട്ട് വർത്തമാനം പറയുമെന്ന്. ഏതായാലും അങ്ങനെയുള്ള ഒരാളുടെ കൂടെയാണ് ഈ അച്ചായൻ എന്ന് പറയുന്നയാൾ. അപ്പോൾ ഈ തൊപ്പീൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും ഇയാൾ പറഞ്ഞ പാടിനെ പൈസ എടുത്തു കൊടുത്ത ഈ യുവതികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ നമോ ഭാഗ്യം എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ചെങ്ങായിമാർ, എൻ്റെ യുവതികൾ, എൻ്റെ സഹോദരിമാരെ, എത്ര ആൾക്കാരെ ആഹാരമില്ലാതെ അവിടെ വഴിയിൽ കിടക്കുന്നുണ്ട്. ഒരു നേരത്തെ ഒരു 10 രൂപ കൊടുത്തിട്ട് ഒരു ഊണ് വാങ്ങിച്ചു കൊടുത്തൂടെ നിങ്ങൾക്ക്? ഈ 3.5 കോടിയും 1 കോടിയും 1 ലക്ഷവും 2 ലക്ഷവും കൊണ്ടുപോയിട്ട് വല്ലോൻ്റെ അണ്ണാക്കിൽ അങ്ങ് കുത്തി നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വല്ലതും ചെയ്തൂടെ നിങ്ങൾക്ക്? നിങ്ങളുടെ വിചാരം എന്താണ്? ഒരുത്ത സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ ഒരു കണ്ണട ഇട്ടു, ഒരു ഡാൻസ് കളിക്കുമ്പോഴേക്ക് ഓനെന്ന വലിയൊരു സംഭവമാണെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ആരെങ്കിലും നിർബന്ധിച്ചോ ഇവൻ്റെയൊക്കെ അണ്ണാക്ക് കൊണ്ടുപോയിട്ട് പൈസ ഇട്ട് കൊടുക്കാൻ? ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലടേ. അതാണ് എനിക്കറിയാത്തത്. അതായത് ഇത്രയും ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് ഒരുത്തൻ്റെ വായിലിട്ട് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോഴും അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും ആരുമില്ലേ? നിങ്ങൾ വിചാരിക്കാതെ ഒരുത്തന് പോലും നിങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ, അതായത് എൻ്റെ കീശയിലുള്ള 10 രൂപ മറ്റവൻ തട്ടിയെടുക്കണമെങ്കിൽ അത് ഞാനാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. അവന് കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലാതെ നമ്മളെ പിടിച്ചു നിർത്തിയിട്ടൊന്നും ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ അച്ചായനാലും വേണ്ടിയില്ല, ബേച്ചായനാലും വേണ്ടിയില്ല. ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഇവിടെ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഇപ്പോൾ അയാൾ ഒരു പെണ്ണിനെയും കെട്ടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചൊറിച്ചൽ വന്നു എന്ന് നമുക്കറിയാം. അതായത് അയാളിപ്പോൾ ഒരു പെണ്ണും കെട്ടി എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നവർക്കെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചൊറിച്ചൽ നൽകി. അതായത് എന്നെയാണ് ആദ്യം കെട്ടിയത് ഒന്ന്, എന്നെയാണ് ആദ്യം കെട്ടിയത് ഒന്ന്. ഇവിടെ എന്താണ് ഒരു നിയമവ്യവസ്ഥയില്ലേ? അല്ല, നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ കല്യാണം കഴിക്കാനാണോ ഇവരെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ കരച്ചിലൊന്ന് നിർത്തുക. അയാളെ പാടായി. ഇനി വല്ലതും കിട്ടാനുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പോയിട്ടൊരു കേസ് കൊടുക്കുക. അല്ലാതെ ഇവിടെ വന്നിട്ട് ബബ്ലബേ അടിച്ചിട്ടുള്ള വിലയും കൂടി കളയണ്ട, വീട്ടുകാരുടെ വിലയും കൂടി കളയണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് എനിക്ക് വേണം. അതുപോലെ ഒരു ലൈക്ക് നിങ്ങൾ തരാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.